എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ വ്യത്യസ്തമായ ഒരു യാത്രയാണ് നടത്തുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടും എൻ്റെ ഈ തുഴച്ചിലും കണ്ടാൽ അറിയാം. അപ്പോൾ നമ്മൾ ചിങ്ങനാത്ത് പാലം മുതൽ നമ്മുടെ എടക്കഴിയൂർ കുറഞ്ഞൊരു പാലം വരെയുള്ള ഒരു വഞ്ചി യാത്രയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ ഇന്ന് വഞ്ചിയിൽ യാത്ര ചെയ്യും. ഇതാണ് ചിങ്ങനാത്ത് പാലം. തൃശ്ശൂർ ജില്ലയിൽ ചാവക്കാട്, പുന്ന, കോട്ടപ്പുറം എന്നീ സ്ഥലങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പഴയ നടപ്പാലമാണിത്. ഇവിടെ നിന്ന് തുടങ്ങി എടക്കഴിയൂർ വരെ എത്താൻ എത്ര സമയമെടുത്തു എന്നുള്ളത് വീഡിയോയുടെ ലാസ്റ്റ് നമുക്ക് പറയാം. ഈ പുഴയുടെ ലെഫ്റ്റ് സൈഡിൽ അതിമനോഹരമായൊരു വീടുണ്ട്. അതിന് പുഴയിലേക്ക് ഫേസ് ചെയ്ത് നിൽക്കുന്ന ഒരു ഷെഡ്, അതിലിരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം മനോഹരമായ കാഴ്ചകൾ ആണ് ഈ പുഴ നമുക്ക് തരുന്നതെന്ന്. അതല്ലേ, കണ്ണാടി പോലെ തെളിഞ്ഞ് കിടക്കുന്ന ഒരു പുഴയാണിത്. അതുപോലെ ഇതിൻ്റെ ഇരു കരകളിലും ഇടത്തോടുകളോടുകൂടിയ തെങ്ങിൻ തോപ്പും അതുപോലെ തന്നെ നല്ല കണ്ടൽക്കാടുകളാണ് നമുക്ക് ഈ യാത്രയിൽ മുഴുവനായിട്ട് കാണാൻ പറ്റുക. സൂര്യൻ്റെ വെളിച്ചം തട്ടിയിട്ട് ആ റിഫ്ലക്ഷൻ്റെ അതും വേറൊരു ലെവലാണ് കേട്ടോ. ദൂരെ നിന്നൊക്കെ കാണുമ്പോൾ എന്തോ ഒരു ലൈറ്റ് അവിടുന്ന് അടിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യാം. മാത്രമല്ല ഈ കണ്ടൽക്കാടുകളുടെ ഇടയിൽ നന്നായി പക്ഷികളും അതുപോലെ തന്നെ നീർനായൊക്കെ ഉണ്ട്. ഒരുപാട് നീലക്കോഴി, കുളക്കോഴി, നീർക്കാക്ക എന്നിവയെല്ലാം ഈ കണ്ടൽക്കാടിൽ കൂട് വെച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ കരച്ചിൽ കേൾക്കാം. പക്ഷെ എന്തുണ്ടായിച്ചാലേ, നമ്മുടെ ഈ വീഡിയോ എടുത്തപ്പോൾ ഒരുപാട് ലെങ്തായി പോയി. ശരിക്കും അത് കട്ട് ചെയ്തിട്ട് നമുക്ക് കാണിക്കാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ആ ഭംഗി പോവും. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് പറയുന്നത് വെച്ചാൽ എഡിറ്റ് ചെയ്തതിൻ്റെ സ്പീഡ് കൂട്ടിയിട്ട് വോയിസ് റിമൂവ് ചെയ്ത് ഒറിജിനൽ വോയിസ്, എന്നിട്ട് നമ്മൾ ഇതിൽ നിന്ന് കുറച്ച് വോയിസ് ക്യാപ്ചർ ചെയ്തിട്ട് അതിൽ ആഡ് ചെയ്ത്, അങ്ങനെയാണ് ഇപ്പോൾ ഈ വീഡിയോ നമ്മൾ കാണിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഒരു സീനും ഇതിൽ നിന്ന് കട്ട് ചെയ്ത് റിമൂവ് ചെയ്യാൻ പറ്റില്ല. അത്ര മനോഹരമാണ്. ഈ ലോങ് സൈറ്റൊക്കെ അല്ലേ തെങ്ങുകൾ നിൽക്കണേ, വേറെ ലെവലാട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഈ സിറ്റി ലൈഫൊക്കെ മടുത്തിട്ട് ഈ IT ജോബൊക്കെ ഓവർ ബേർഡൻ ആയിട്ടുള്ളവർക്കൊക്കെ ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു യാത്രയാണിത്. അത്രയും സൈലൻ്റാണ്. ഒരു വണ്ടിയുടെ ഹോൺ പോലും നമുക്ക് കേൾക്കാൻ പറ്റില്ല. ഇതാണ് പുതിയറ പുന്ന പാലം. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ചെന്ന് കയറുന്നത് NH-ലേക്കും റൈറ്റിലേക്ക് പോകുന്നത് പുന്ന സെൻറ്ററിലേക്കുമാണ്. അതുപോലെ തന്നെ എൻ്റെ വ്യൂവേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഒരു കാരണവശാലും ഒരു പ്ലാസ്റ്റിക്കും ഒരു കച്ചറിയും നമ്മൾ നമ്മുടെ നാച്ചുറൽ റിസർവറിലോ പുഴയിലോ തോടിലോ എറിയരുത്. അത് വളരെ അധികം മോശമായ പരിപാടിയാണ്. അത് നമ്മുടെ നാച്ചുറൽ ബ്യൂട്ടിനെ ശരിക്കും അഡ്വേഴ്സായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഈ പുഴയിലേക്ക് ചെരിഞ്ഞ് വളർന്നു നിൽക്കുന്ന തെങ്ങുകൾ കാണാൻ അതിമനോഹരമായ കാഴ്ചയാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ യാത്രയിൽ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യമാണ് നല്ല കാറ്റ്. ഒരു എയർ കണ്ടീഷനും വേണ്ട ഇതിനെ പോകുമ്പോൾ. പിന്നെ നമ്മൾ ഈ കനോലി കനാലിൻ്റെ ഒരു ചരിത്രം പറയുകയാണെങ്കിൽ, ഇത് 1848 HV കനോലി എന്ന് പറയുന്ന അന്നത്തെ മലബാർ അഡ്മിനിസ്ട്രേറ്റർ ആണ് ഇത് പണി കഴിപ്പിച്ചത്. 2 വർഷം എടുത്തു. അതായത് 1848 തുടങ്ങിയിട്ട് 1850 ഇതിൻ്റെ പണി പൂർത്തിയാക്കിയത്. ഇത് ഇനി എന്തിനാണ് ഉണ്ടാക്കിയെന്ന് വെച്ചാൽ, നമ്മുടെ തേങ്ങ, ചകിരി, അതുപോലെ തന്നെ വെളിച്ചെണ്ണ, ഇതൊക്കെ കോഴിക്കോട് നിന്ന്, അതായത് മലബാറിൽ നിന്ന് കൊച്ചിയിലേക്ക് എത്തിച്ച് അവിടെ നിന്ന് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും ഷോർട്ടസ്റ്റ് വേ ആയിട്ടാണ് അവരന്നത് ഉണ്ടാക്കിയത്. ഈ കെട്ടുവെള്ളത്തിലൊക്കെയാണ് നമ്മുടെ അന്നത്തെ ഈ ചരക്ക് നീക്കം നടത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ പൊന്നാനി, ചാവക്കാട്, കണ്ടശൻകടവ് എന്നീ ടൗണുകൾ ഈ ഒരു ജലപാതയുമായി ബന്ധപ്പെട്ടിട്ട് വളർന്നു വന്നു. അതുപോലെ തന്നെ അന്ന് ഈ കെട്ടുവഞ്ചികൾ പോകുമ്പോൾ അതിൽ 2 or 3 അതിൽ കൂടുതലോ ആൾക്കാരാണ് ഈ തേങ്ങയും ചകിരിയൊക്കെ ആയിട്ട് പോവുക. അപ്പോൾ അവർക്ക് ഭക്ഷണം കഴിക്കാനും അതുപോലെ തന്നെ
വിശ്രമിക്കാനൊക്കെ ആയിട്ടുള്ള സ്ഥലങ്ങൾ ഈ പുഴയുടെ കരകളിലായിട്ട് ഉണ്ടായിരുന്നു. ഇപ്പം അതൊക്കെ എടുത്ത് കളഞ്ഞു. അവർക്ക് ഭക്ഷണം കഴിക്കാനുള്ള ചായപ്പീടികളും ചെറിയ ചെറിയ ഹോട്ടലുകളൊക്കെ ഉണ്ടായിരുന്നു. കണ്ടൽ കാടുകളുടെ ഭംഗി എന്ന് പറഞ്ഞാൽ അത് ശരിക്ക് ഒരു പോട്ടിൽ വെച്ച പോലെ. ഇതൊരു കടവായിരുന്നു, പണ്ടത്തെ കടവ്, ആശാരി വളവ് എന്ന് പറയും. അതിലൊരു ചായപ്പീടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതൊന്നുമില്ല. അങ്ങനെയില്ല. ആ പച്ചപ്പ് വെള്ളത്തിൽ ഫ്ലഷ് ചെയ്യുന്ന ആ ഒരു ഭംഗി വേറെ. അത് ശരിക്കും വീഡിയോയിൽ കാണുന്ന പോലെയല്ല നേരിട്ട് കാണുമ്പോഴേ. വീഡിയോയിൽ ഇപ്പോഴും സിംഗിൾ ആംഗിളാണ് നമുക്ക് വ്യൂ ചെയ്യാൻ പറ്റുന്നത്. മറ്റേതൊരു വൈഡ് ആംഗിളല്ലേ. അതുപോലെ ഈ പ്രവാസികളൊക്കെ തിരിച്ചു വരുന്നിട്ട് എന്തെങ്കിലും ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു ആശയം എത്രത്തോളം ഉപകരിക്കുമെന്ന് എനിക്കറിയില്ല. നമ്മുടെ വഞ്ചിക്കടവ് മുതൽ ഏതെങ്കിലും അടുത്ത ഒരു ചെറിയ ഡെസ്റ്റിനേഷൻ വരെ ഒരു ബോട്ട് യാത്രയൊക്കെ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആളുകൾ അത് ഇഷ്ടപ്പെട്ട് വരും. അത്രയും ഭംഗിയുള്ള ഏരിയയാണിത്. അതുപോലെ പണ്ട് ഈ കെട്ടുവളത്തിൽ ചരക്ക് നീക്കുമ്പോൾ അതിൽ വരുന്ന ആളുകൾക്ക് പ്രാർത്ഥനയൊക്കെ നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ പള്ളി ഇപ്പം അത് പുതുക്കി വലിയൊരു പള്ളിയാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ റൈറ്റ് സൈഡ് വലതുവശം ശരിക്കും വാഴപ്പുള്ളി എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഈ റോഡ് വാഴപ്പുള്ളിയിലേക്കാണ്. അപ്പോൾ ഈ യാത്രകൾക്കിടയിൽ നമുക്ക് ചെറിയൊരു സമയം, ഒരു 10 മിനിറ്റ് ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നമ്മളൊരു കടവിൽ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫേവറേറ്റ് ഫുഡായ നല്ല മുരിഞ്ഞ പൊറാട്ടയും അതുപോലെ തന്നെ കുരുമുളകിട്ട് വറ്റിച്ച് വെച്ച ബീഫ് കറിയും, അതാണ് നമ്മൾ ഈ വഞ്ചിയിൽ ബ്രേക്ക്ഫാസ്റ്റിന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ മാറ്റ് കൂട്ടി. പിന്നെ ഞങ്ങൾ ഇത് കണ്ട് ഇത്രയും വൈഡായ ആംഗിൾ നമ്മൾ ഇങ്ങനെ ഇരുന്ന് കാണുമ്പോൾ അത് വല്ലാത്തൊരു ഫീലാണ്. അതെ, നമ്മളിപ്പോൾ ഒരു ചെറിയൊരു ഹട്ട് കാണുന്നുണ്ട് അവിടെ, റിവർ ഹട്ട്. അതുപോലെ തന്നെ വലതുവശത്ത് ഒരു വീട്, ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അവിടെ പാൽ താമസമൊന്നും തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഡെസ്റ്റിനേഷനായ എടക്കഴിയൂർ പാലം എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ആ റിവർ ഹട്ടിൽ കയറാൻ പോവാണ്. ഇതാണ് അവിടുത്തെ FL പെറ്റ് ഡോഗ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മേലേക്ക് ജസ്റ്റ് ഒന്ന് കയറി നോക്കാം, എങ്ങനെയുണ്ട് അവിടുത്തെ വ്യൂ എന്ന് നോക്കാം. ഇത് കണ്ടിട്ട് ഇതിൻ്റെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല, പണി നടക്കുന്നതായിട്ടാണ് തോന്നുന്നത്. കുറേ സാധനങ്ങളും ഒക്കെ ഇരിക്കുന്നുണ്ട്. അത്യാവശ്യം ഹൈറ്റ് ഉണ്ട് കേട്ടത്. പണി നടന്നിക്കാണ്, പണി കഴിഞ്ഞിട്ടില്ല. കുറേ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അസാധ്യ വ്യൂ ആണ്. 3 സൈഡും പുഴ, അടിപൊളിയായിട്ട് കാണാം. ഇത് നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ റിവർ ഹട്ട് എന്ന് സെർച്ച് ചെയ്താൽ ഈ പ്ലേസ് നിങ്ങൾക്ക് കാണാൻ പറ്റൂട്ടാ. അപ്പോൾ അതെല്ലാവരും പോയി സെർച്ച് ചെയ്യുക, അവരെ ഫോളോ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ അറിയാൻ പറ്റും. ഈ ഒരു യാത്ര ചെയ്യാൻ ഭക്ഷണം കഴിച്ചതുൾപ്പെടെ നമ്മളെടുത്ത സമയം 1 മണിക്കൂറാണ്. അപ്പോൾ ഇത്രയും നേരം നമ്മുടെ വീഡിയോ കണ്ട എല്ലാവർക്കും ഹൃദയത്തിൽ നിന്നുള്ള നന്ദി. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും നന്മകൾ മാത്രം നേർന്നുകൊണ്ട് ബൈ.